പുരോഗതികൾ എന്ന് നമ്മൾ പറയുന്ന എല്ലാം തന്നെ റിലീജിയൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. നമുക്ക് സമൂഹത്തിൽ വളരെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെയൊക്കെ കേസ് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞൊരു കാലഘട്ടം തന്നെ ഉണ്ട്. ഇപ്പോൾ വളരെ സത്യസന്ധമായിട്ട് ചരിത്രത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് നോക്കിയാൽ വളരെ ക്ലിയറാണ്. പ്രവാചകൻ്റെ ആഗമനത്തിന് മുമ്പും അറേബ്യയുണ്ട്, പ്രവാചകൻ്റെ ആഗമനത്തിന് ശേഷവും അറേബ്യയുണ്ട്. എന്നാൽ പ്രവാചകൻ്റെ ആഗമനത്തിന് മുന്നുള്ള അറേബ്യയിൽ നമുക്ക് ഈ പിന്നെ ഇബ്നു ഹൈതമിനെ പോലെയോ അൽ ഖവാരിസ്മിയെ പോലെയോ അങ്ങനെയൊക്കെയുള്ള കുറേ പണ്ഡിതന്മാരെയോ സയൻറ്റിസ്റ്റുകളെയോ ഫിലോസഫേഴ്സിനെയോ ഒന്നും അതിന് മുന്നുള്ള കാലഘട്ടത്തിൽ കാണുന്നില്ല. അതെന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് മുന്നുള്ള അറേബ്യ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഗോത്രീയമായി വിഘടിച്ച് കടന്നിരുന്ന അറേബ്യയായിരുന്നു. ആ ഗോത്രങ്ങളെ യൂണിഫൈ ചെയ്ത ഒരു സോഷ്യൽ പവറാക്കി കൊണ്ടുവന്ന ഇസ്ലാമാണ്. അങ്ങനെ ഇസ്ലാം ഒരു സോഷ്യൽ യൂണിഫിക്കേഷൻ നടത്തിയത് കൊണ്ടാണ് പിന്നെ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് പിന്നെ അന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട ലൈബ്രറീസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ചരിത്രപരമായി നമുക്ക് എവിഡൻ്റ് ആണ്, നമുക്കത് കാണാൻ കഴിയുന്ന. അതാണ് പോയിന്റ്. ഞങ്ങൾക്ക് തോന്നുന്നു പിന്നെ ഇവർ ചിലപ്പം ചോദിക്കും ഇങ്ങനെ പിന്നെ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ തമ്മിൽ തല്ല് നിന്ന് മനുഷ്യരെ മതം ഒരുമിപ്പിച്ചതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ തെളിവ് ഇപ്പോൾ ഷാവുൽ പറഞ്ഞതാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അറേബ്യയുടെ ചരിത്രം നോക്കിയാൽ ഇത് വ്യക്തമാണ്. അവർ പിന്നെ യൂണിഫൈഡ് ആവുകയും ഒരു നല്ലൊരു സമുദായമായി മാറുകയും അതിൽ നിന്ന് പുരോഗതി ഉണ്ടാകുകയും ചെയ്യുകയാണ്. ആ പുരോഗതി പറഞ്ഞാൽ എല്ലാ തലത്തിലുള്ള പുരോഗതിയാണല്ലേ. ഇവൻ ശാസ്ത്രരംഗത്തുള്ള പുരോഗതിയാലും ഇവൻ സയൻറ്റിഫിക് മെത്തേഡിന് വരെ തുടക്കമിട്ട ഒരു ഗോൾഡൻ ഏജിന് നിദാനം ഇതായിരുന്നു എന്നുള്ളതാണ്. അപ്പം മതം തന്നെയാണ് ആധുനികക്കും പുരോഗതിക്കും കാരണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലേ ഇതൊക്കെ വെച്ചിട്ട്. ഈവൻ ഈ പറയുന്നത് പോലെ 1400 വർഷങ്ങൾക്കുള്ള അറേബ്യയുടെ കേസ് പോലും ഇവിടെ ഇനിയിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കെപ്റ്റിസിസം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിന്നും പിന്നെ എസ്കേപ്പ് ആവാം. എന്നാൽ നമ്മുടെ മുമ്പിലേക്ക് നോക്കുക, നമ്മുടെ നാട്ടിലെ ഈവൻ ഈ പറയുന്ന ചെറിയ പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ പോലും റിലീജിയസ് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൻ്റെ പേരിൽ അല്ലെങ്കിൽ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ഒക്കെ പേരിൽ ഈ റിലീജിയസ് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവിടെ നാസ്തികർ എന്ത് സംഭാവന കേരളത്തിൽ നടത്തിയിട്ടുള്ളത്? നാസ്തികർ നടത്തുന്ന ആഗോള സംഭാവന എന്ന് പറയുന്നത് അവർ ഒന്ന് വർഷത്തിലോ മാസത്തിലൊക്കെ ഒരു പിന്നെ ഈ മതവിദ്വേഷം കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടം കൊടുക്കും. എന്നിട്ട് ആർക്കൊക്കെ ഈ വിദ്വേഷം ഫ്രസ്ട്രേഷനും ആൻറ്റി റിലീജിയസ് ഫ്രസ്ട്രേഷനും ഉണ്ടോ അവർക്കൊക്കെ സ്റ്റേജിൽ നിന്ന് വേണ്ട മതങ്ങളെ എന്ത് തോന്നിയ അസുഖം വിളിച്ചു പറയാം. അങ്ങനെ അപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുന്നു. അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യണില്ല. മുമ്പത്തെയൊക്കെ ഈ പിന്നെ നാസ്തികരൊക്കെ ശാസ്ത്ര പ്രചരണം നടത്തിയിരുന്നു. ഇപ്പോൾ ഇവർ ഈ നാസ്തികതയുടെ പേരും പറഞ്ഞിട്ട് സ്യൂഡോ സയൻസാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ അത്തരം വീഡിയോസൊക്കെ വന്നതാണ്. സയൻസിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പിന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള സ്യൂഡോ സയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇതാണ്. അപ്പോൾ സയൻസിനും പോലും ഗുണമില്ല, മാത്രമല്ല ഒരു അന്യമത വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ സമൂഹത്തിൽ ഒന്നും ചെയ്യണില്ല, പിന്നെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് സമൂഹത്തിന് ചെയ്യുന്നത് മതം തന്നെയാണെന്ന് പറയാൻ പറ്റും നമുക്ക്.